കണ്ണിന് താഴെ ഉണ്ടാകുന്ന ഒരു കറുപ്പ് നിറം ഒരു ബ്യൂട്ടി ഇഷ്യൂ മാത്രമല്ല, ചിലപ്പോൾ അതിന്റെ റിയൽ റീസൺ എന്ന് പറയുന്നത് അലർജി ആയിരിക്കാം. അലർജി ഉണ്ടായാൽ മൂക്കിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും നേസൽ കണ്ടീഷൻ അഥവാ മൂക്കടപ്പ് വരികയും ചെയ്യാം. സോ ഇത് മൂലം കണ്ണിന് താഴെ ഒരു വാസ്കുലർ കണ്ടീഷൻ ഉണ്ടാകുകയും കണ്ണിന് താഴെ ഒരു ബ്ലൂയിഷ് അല്ലെങ്കിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് പോലെ തോന്നുകയും ചെയ്യാം. ഈ ഒരു അവസ്ഥയെ അലർജിക് ഷിന്നേഴ്സ് എന്നാണ് വിളിക്കുന്നത്. തുമ്മല്, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, മൂക്ക് ചൊറിച്ചില്, കണ്ണ് ചൊറിച്ചില് എന്നിവയുള്ളവർക്ക് ഈ ഒരു ഡാർക്ക്നെസ് കൂടുതൽ നോട്ടീസബിൾ ആയിരിക്കും. അതുപോലെ അലർജി കാരണം തുടർച്ചയായിട്ട് മൂക്ക് റബ്ബ് ചെയ്യുന്നതും ഈ ഒരു കണ്ണിന് താഴെയുള്ള സ്കിന്ന് കൂടുതൽ ഡാർക്ക് ആയിട്ട് തോന്നാൻ കാരണമാകും. സോ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം ഈ അലർജി ട്രിഗർ കണ്ടെത്തി കഴിവുന്നത്ര അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതായത് ഡസ്റ്റ്, പോളൻ, പെറ്റ് ഹെയർ, പഴയ ബെഡ്ഷീറ്റ്സ് എന്നിവയ്ക്ക് അലർജി കൂട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബെഡ്റൂം ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാഷ് ചെയ്യുകയും ചെയ്യുക. ഡെയിലി ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അലർജി ശരിയായിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ കണ്ണിന് താഴെയുള്ള ഡാർക്ക്നെസ് ക്രമേണ കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഡാർക്ക്നെസ് കുറച്ച് ദീർഘകാലമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ സംശയിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്.